വേണ്ടേ? ഇത് അമ്പലത്തിൽ നിന്ന് പ്രത്യേകം പൂച്ചു മേടിച്ച പേനെ. ഇത് കൊണ്ടുപോയിട്ട് വേണം മോള് പരീക്ഷ എഴുതാൻ. വേണ്ടേ? ശത്രുസംഹാര പൂജ, ധനാകർഷണ പൂജ, ഗജകേസരി യോഗ പൂജ, ഇതെല്ലാം ചെയ്ത് മേടിച്ച പേനെ. വേറൊരാളെ കൊണ്ട് നീ തൊടിയിക്കരുത് കേട്ടോ. ഇപ്പൊ ഞാൻ പഠിക്കണ്ട അല്ലേ? ഉത്തരം പേനയെന്ന് എഴുതിക്കോളുമായിരിക്കും. നീ തുറന്നല്ലേ പറഞ്ഞ് പഠിക്കാടി. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. എന്റെ പൊന്നമ്മേ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഞാൻ പഠിച്ചാലേ ഞാൻ ജയിക്കും, അല്ല ദൈവമൊക്കെ എന്തോ ചെയ്യാനാ. താൻ പാതി ദൈവം പാതി നീ കേട്ടില്ലയോ? നിന്റെ പാതി നീ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നീ സയൻസ് എടുക്കണം. അതിന് നീ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വേണം നീറ്റ് എഴുതാൻ. എന്നിട്ട് വേണം MBBS അഡ്മിഷൻ എടുക്കാൻ. അത് പിന്നെ കോയമ്പത്തൂരിലോ കർണാടകയിലോ, അതല്ലെങ്കിൽ ചൈന. പഠിച്ചിറങ്ങിയ ജോലി ഉറപ്പാണ്. ആരുടെയും കാല് പിടിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ കയറണം. ഒരു മറൈൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അവന്മാരെ കൊണ്ടേ നിന്നെ ഞാൻ കിട്ടി. അതേ എൻ്റെ ഒരു വാശിയാണ്. അതല്ലെങ്കിൽ തെക്കേ പറമ്പ് 1.5 ഏക്കർ അത് എഴുതി വിറ്റിട്ടേ നിനക്കൊരു ക്ലിനിക് ഉണ്ടാക്കി തരും. നിന്റെ കുഞ്ഞമ്മ ഇല്ലയോ എന്റെ അനിയത്തി, ഞാൻ അവളെ നിന്റെ കല്യാണത്തിന് വിളിക്കത്തില്ല. ആഹാ, അത്ര കൊള്ളത്തില്ലല്ലോ. കാറ് മേടിക്കുമ്പോഴേ ഫ്രണ്ട് ഗ്ലാസ്സിൽ തന്നെ ഡോക്ടറുടെ സിമ്പൽ ഒട്ടിക്കണം. പിന്നെ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോഴേ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ഒരു ദിവസം നമ്മുടെ കണക്കായിട്ട് നടത്താം. കുറെ പേരൊക്കെ ഒന്ന് കാണട്ടെ. യോടി, ഇതെന്തുവാ? എന്തായാലും പേനയായിരുന്നു. ഇനിയിപ്പോ എങ്ങനാ? എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്ക് അപ്പോഴേ തോന്നി ടമാർ പടാർ.